ക്ഷേത്രപഥങ്ങളിലൂടെ 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 എന്ന ഈ പരമ്പര ക്ഷേത്രങ്ങളുടെ ചരിത്രം, ആചാരാനുഷ്ഠാനങ്ങൾ, മൂർത്തി സങ്കല്പങ്ങൾ തുടങ്ങി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ, അതിന്റെ ബലസിദ്ധി എന്നീ വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്നു. ഇത് പോണേക്കാവ് ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി സർവമംഗളകാരിയും ക്ഷിപ്രപ്രസാദിയുമായ കാളി ദേവിയാണ്. മഹാഗണപതിയും അമൃതകലശ ശാസ്താവും നാഗദേവതമാരും ഖണ്ഡാകർണ സ്വാമിയും ഇവിടെ വാണരുളുന്നു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം 26 കിലോമീറ്റർ മാറി ഇടപ്പള്ളിയിൽ നിന്നും വടക്കോട്ട് 1 കിലോമീറ്റർ അകലെയാണ് പോണേക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇരട്ട തീയാട്ട് നടക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പോണേക്കാവ്. ഞാൻ ഈ പോണേക്കര NSS കരയോഗത്തിൻ്റെ സെക്രട്ടറിയാണ്. പോണേക്കര NSS കരയോഗത്തിൻ്റെ കീഴിലാണ് പോണേക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായും ഇപ്പോൾ പോണേക്കര NSS കരയോഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ PG അജിത് കുമാർ. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് സംസ്ഥാപനത്തിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇളങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ഈ ഇടപ്പള്ളി രാജവംശത്തെ പ്രതിനിധീകരിക്കുന്ന പേരാണ്. ഇടപ്പള്ളി രാജവംശം എന്നാൽ അറിയപ്പെടുന്നത് ഇളങ്ങല്ലൂർ സ്വരൂപം എന്നാണ് അറിയപ്പെടുന്നത്. ആ പേര് വന്നത് ഇങ്ങനെയാണ്, ഇളം കൽ ഊർ. അങ്ങനെയാണ് ഇടപ്പള്ളി രാജാക്കന്മാരുടെ ഭരദേവതയായി ആദ്യമായി പോണേക്കാവ് ഭഗവതിയാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്താണ് ഇടപ്പള്ളി സ്വരൂപം, അതായത് ഇളങ്ങല്ലൂർ സ്വരൂപം, അവരുടെ ഭരദേവതയായി ഇടപ്പള്ളി ഗണപതിയെ സ്വീകരിച്ചത്. ഈ ക്ഷേത്രം 1982 പോണേക്കര NSS കരയോഗം ഏറ്റെടുത്തത്. അതിനു മുമ്പ് ഇളങ്ങല്ലൂർ സ്വരൂപത്തിൻ്റെ കീഴിലുള്ള 100-ൽ പരം ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു പോണേക്കാവ്. ഇതിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം എന്ന് പറയുന്നത് വളരെ ശ്രേയസ്കരമായി നടന്നിരുന്നു എന്നാണ് ഇടപ്പള്ളിയുടെ രാജ ശാസനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് അറിയപ്പെടുന്ന അനുഷ്ഠാന കലകളിലൊന്നായ തീയാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. കേരളത്തിൽ ഇരട്ട തീയാട്ട് നടക്കുന്ന ഏക ക്ഷേത്രം ഇടപ്പള്ളി പോണേക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. ഇരട്ട തീയാട്ടെന്നാൽ 2 കളവും 2 വേഷവും അനുബന്ധ അനുഷ്ഠാനങ്ങളും നടക്കുന്ന, അതുകൊണ്ടാണ് ഇരട്ട തീയാട്ടെന്ന് പറയുന്നത്. ഈ തീയാട്ട് കാണുന്നതിനും ഈ വഴിപാട് നടത്തുന്നതിനുമായിട്ട് ഒട്ടനവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ദിവസേന നടക്കുന്ന ഗണപതി ഹോമത്തിനു പുറമെ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കൈവെട്ട ഗുരുതി ഏറെ വിശിഷ്ടമായതും അതീവ ബലസിദ്ധിയുള്ളതും സർവൈശ്വര്യപ്രദവും ശത്രുതാ ദോഷമടക്കം സകല ദോഷ നിവാരണാർത്ഥവുമാണ്.
മാംഗല്യ തടസ്സവും കർമ്മതടസ്സവും നീക്കി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന തട്ടം വഴിപാടും കടും പായസ നിവേദ്യവും പ്രത്യേക വഴിപാടുകളാണ്. ഗണപതിക്ക് ഹോമവും ഖണ്ഡാകരണ സ്വാമിക്ക് ശത്രുതാദോഷ നിവാരണത്തിനും ത്വക്ക് രോഗശാന്തിക്കും കടും പായസവും വിളക്കും ഏറെ ഫലപ്രദമാണ്. നമസ്കാരം, ഞാൻ ശ്രീജിത്ത് നമ്പൂതിരി, പോണേക്കാവിലമ്മയുടെ മേശാന്തിയാണ്. പോണേക്കാവിലമ്മ ഇവിടെ ദാരുബിംബത്തിലുള്ള ഭഗവതിയായിട്ടാണ് വസിക്കുന്നത്. ഭദ്രകാളി സ്വരൂപത്തിൽ ഭഗവതിയുടെ ഏറ്റവും വിശേഷമായ വഴിപാടാണ് കൈവട്ടകുരുതി. ചൊവ്വയും വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് ഭഗവതിക്ക് കൈവട്ടകുരുതി ഉണ്ട്. ഭദ്രകാളി സ്വരൂപത്തിൽ ഏറ്റവും ശക്തിയാർന്ന സ്വരൂപമാണ് ദാരുബിംബത്തിലുള്ള ഭദ്രകാളി. പോണേക്കാവിൽ അങ്ങനെയാണ് വസിക്കുന്നത്. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നാഗത്തറയിൽ ആയില്യം നാളിൽ നടക്കുന്ന ആയില്യം പൂജയും വിശിഷ്ടമാണ്. അമൃതകലശ ശാസ്താവിന് പ്രിയമായത് എള്ളുപായസവും നീരാഞ്ജനവും. മീനമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടെ താലപ്പള്ളി മഹോത്സവം. ഉത്സവനാളിന് ഒരു മാസം മുമ്പ് തന്നെ തുടങ്ങുന്ന ഇരട്ടത്തീയാട്ട് ഭക്തിസാന്ദ്രമായ ഈ അനുഷ്ഠാന കലയുടെ അനിർവചനീയ ഭാവങ്ങളെ വരച്ചു കാട്ടുന്നു. ഉത്സവത്തിന് ശേഷം 7-ാം ദിവസം നടക്കുന്ന മഹാഗുരുതി കണ്ടു തൊഴുന്നത് മഹാസൗഭാഗ്യമാണ്. സ്ത്രീജനങ്ങൾ അമ്മയുടെ തിരുമുറ്റത്ത് മഹാകാളി പ്രീതിക്കായി മകരത്തിലെ ഭരണിനാളിൽ പൊങ്കാലയിട്ട് അമ്മയുടെ അനുഗ്രഹസിദ്ധിയിൽ നിർവൃതിയടയുന്നു. രാവിലെ 5:30 നിർമ്മാല്യ ദർശനത്തോടെ തുറക്കുന്ന ക്ഷേത്രം ഉച്ചപൂജയോടെ 10 മണിക്കും വൈകിട്ട് 5:30 തുറന്ന് ദീപാരാധനയ്ക്കും അത്താഴപൂജയ്ക്കും ശേഷം 8 മണിക്കും അടയ്ക്കുന്നു. സർവാർത്ഥ സാധികയും സർവദോഷങ്ങൾ നീക്കുന്നതുമായ പോണേക്കാവിലമ്മയുടെ അനുഗ്രഹ നേദ്യമുണ്ണാൻ ആ തിരുസന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപുരസരം ക്ഷണിക്കട്ടെ. നേത്രപഥങ്ങളിലൂ